കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ജൂൺ 3 സത്യപ്രതിജ്ഞ ചെയ്യും. ഇക്കാര്യം ഗവർണറുടെ ഓഫീസിനെ ഔദ്യോഗികമായി അറിയിച്ചു. ലോക്ഭവനിൽ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് തീരുമാനം. വൈകിട്ട് 5:15 സത്യപ്രതിജ്ഞ. ഡി കെ ശിവകുമാറിനൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഈ ചടങ്ങുകൾ അറിയിച്ചിട്ടുണ്ട്. ഡി കെ ശിവകുമാർ 3 സത്യപ്രതിജ്ഞ ചെയ്യുക. വിവരങ്ങൾ എങ്ങനെയാണ്? കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പിൻഗാമിയായി ഡി കെ ശിവകുമാർ ജൂൺ 3 സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം തന്നെ വിധാനസഭയിൽ ചേരും. അതിൽ എല്ലാ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ACCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിലാണ് സിദ്ധരാമയ്യ ഡി കെ ശിവകുമാറിൻ്റെ പേര് നിർദ്ദേശിക്കുക. അതിനുശേഷം ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കും. അതിനു മുൻപ് തന്നെ ഇപ്പോൾ ഡി കെ ശിവകുമാർ ഗവർണറിനെ കണ്ട് ഈ ജൂൺ 3 തീയതിയും ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് ലോക് ഭവനിൽ നടത്താനുള്ള അനുവാദവും വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ജൂൺ 3 ഈ സത്യപ്രതിജ്ഞ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരെല്ലാം മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ 2 പക്ഷങ്ങളുണ്ട്, സിദ്ധരാമയ്യ പക്ഷവും അതോടൊപ്പം തന്നെ ഡി കെ ശിവകുമാർ പക്ഷവും. അപ്പോൾ സിദ്ധരാമയ്യ പക്ഷത്ത് നിന്നും കൂടുതൽ ഉണ്ടായി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രിസഭകളിൽ അംഗമായിരുന്ന പരമേശ്വര, അതോടൊപ്പം തന്നെ മലയാളികൾക്ക് സുപരിചിതനായ ജോർജ് അടക്കമുള്ള നേതാക്കളും മന്ത്രിസഭയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മല്ലികാർജുന ഖാർഗെയുടെ മകനായ പ്രിയങ്ക ഖാർഗെയും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള, അദ്ദേഹം മുൻപും മന്ത്രിസഭയിലുണ്ടായി. ഈ മന്ത്രിസഭയിലും അദ്ദേഹത്തെ നിലനിർത്താൻ കോൺഗ്രസിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും വലിയ ചർച്ചകളും വലിയ നീക്കങ്ങളും തന്നെയാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് നടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ 4 മണിയോടുകൂടി തന്നെ വിധാനസഭയിൽ യോഗം ചേർന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ഡി കെ ശിവകുമാറിനെ ഈ പദവിയിലേക്ക് മുഖ്യമന്ത്രിയായി നിർദ്ദേശം ചെയ്യുന്നത്. മറ്റൊരു കാര്യം സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യയെ പൂർണ്ണമായി തന്നെ ഉപേക്ഷിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായി തന്നെ കോർ കമ്മിറ്റി രൂപീകരിക്കും. 10 അംഗങ്ങൾ ചേർന്ന കോർ കമ്മിറ്റി ആയിരിക്കും ആ സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിശ്ചയിക്കുകയും ആ നിശ്ചയിക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒരംഗമായി തന്നെ അതിൻ്റെ ചെയർമാനായി തന്നെ സിദ്ധരാമയ്യയെ നിലനിർത്തുവാനും ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ പൂർണ്ണമായി തന്നെ കോൺഗ്രസ് ഒഴിവാക്കുവാനുള്ള ഒരു നീക്കത്തിലല്ല, അദ്ദേഹത്തെ കൂടെ കൂട്ടി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകാനുള്ള ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും 4 മണിയോടുകൂടി തന്നെ ആ സുപ്രധാന യോഗമുണ്ടാകും. ശരി, വ്യക്തമാണ്. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ജൂൺ 3 സത്യപ്രതിജ്ഞ ചെയ്യുക. ലോക് ഭവനിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഡി കെ ശിവകുമാറിനൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് KJ ആണ്.